ഹലോ, ഇന്ന് നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ എഗ്ഗ് ഫ്രൈഡ് റൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളിതൊരു ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുറത്ത് നമ്മുടെ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അടുപ്പിലോട്ടൊരു ഉരുളി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോൾ ബോൺലെസ് ചിക്കൻ, അത് മസാല ഒന്നും ചേർത്തിട്ടില്ല, ചിക്കനകത്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിരുന്നതായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് സോയാ സോസാണ്. അതും ഡാർക്ക് സോയാ സോസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ എടുക്കുന്ന സാധനങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഫ്രൈഡ് റൈസ് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എണ്ണ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അല്പം കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ അടി പിടിക്കാതെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതാ ഇപ്പോൾ നമ്മുടെ സവാള പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് അത് അടർത്തി ഇട്ടിരിക്കുവാണ് ഓരോ ഇതളായിട്ട്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഒനിയനും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും കുറേച്ചേ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. ഞങ്ങളിപ്പോൾ ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ സവാളയുമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം, നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കണ്ട, എല്ലാം കൂടെ കൊഴിഞ്ഞു പോകും. അല്ലാതെ നമ്മൾ ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ വെജിറ്റബിൾസ് വെന്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിരുന്ന ബസ്മതി റൈസാണ് ഇത്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള സോസും സോയാ സോസും റെഡ് ചില്ലി സോസും അതുപോലെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് മുട്ട എടുത്ത് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാവേ. സോയാ സോസ് എടുക്കുമ്പോൾ ഡാർക്ക് സോയാ സോസ് എടുത്താലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറ് കിട്ടത്തുള്ളൂ ഫ്രൈഡ് റൈസിന്. അപ്പോൾ മുട്ടയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചോറൊന്നും മുറിഞ്ഞു പോവാതെ അടിയിൽ നിന്ന് പതിയെ നമുക്ക് കോരി ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ ഫീഡ്ബാക്കിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം.